നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന ടെസ്റ്റാണ് വിൽകോക്സൺ സൈൻഡ് റാങ്ക് ടെസ്റ്റ്. വിൽകോക്സൺ സൈൻഡ് റാങ്ക് ടെസ്റ്റ്. ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് വിൽകോക്സൺ മാച്ച്ഡ് പെയർ ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് എന്താണ് ഇത് നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. നോൺ പാരാമെട്രിക് വേർഷൻ ഓഫ് ഡിപ്പെൻഡൻറ്റ് സാമ്പിൾ ടി ടെസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡിപ്പെൻഡൻറ്റ് സാമ്പിൾ ടി ടെസ്റ്റ് അതായത് ഒരു സ്ലീപ്പിംഗ് പിൽസ് കൊടുക്കുന്നതിന് മുൻപും ശേഷവും അയാൾക്ക് ശേഷമുള്ള ഡാറ്റ കിട്ടിയിട്ട് ആ സ്ലീപ്പിംഗ് പിൽസ് എഫക്റ്റീവ് ആണോ, അതേപോലെ ഒരു സ്റ്റിമുലസ് യൂസ് ചെയ്തിട്ട് ബ്ലഡ് പ്രഷർ ഉണ്ടായ വേരിയേഷൻസ് ചെക്ക് ചെയ്തിട്ട് ആ ഒരു സ്റ്റിമുലസ് യൂസ്ഫുൾ ആണോ എഫക്റ്റീവ് ആണോ അല്ലയോ നമ്മൾ ടെസ്റ്റ് ചെയ്തിരുന്നു, ഓർമ്മല്ലേ. അത് പാരാമെട്രിക് ആയിരുന്നു. അതായത് സെയിം അതേപോലെ തന്നെ അതിൻ്റെ നോൺ പാരാമെട്രിക് വേർഷനാണ് എന്ത് വിൽകോക്സൺ സൈൻഡ് റാങ്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇൻ ദ കേസ് ഓഫ് ടു റിലേറ്റഡ് സാമ്പിൾസ് വിൽകോക്സൺ സൈൻ റാങ്ക് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ഓഫ് ടു സാമ്പിൾസ്. രണ്ട് സാമ്പിൾസിൻ്റെ ഡിഫറൻസ് കണ്ടെത്താൻ വേണ്ടി യൂസ് ചെയ്യും. അടുത്തത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ വെദർ ടു ഡിപ്പെൻഡൻറ്റ് സാമ്പിൾസ് വെർ സെലക്ടഡ് ഫ്രം പോപ്പുലേഷൻ ഹാവിംഗ് ദ സെയിം ഡിസ്ട്രിബ്യൂഷൻ. അതായത് രണ്ട് സാമ്പിൾസും എടുത്തിട്ടിരിക്കുന്നത് സെയിം പോപ്പുലേഷൻ ആണോ എന്നിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോർമൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആ ഒരു ഇതിലേക്ക് പോകരുത്. ഇത്രയും മീൻ ചെയ്യുന്നുള്ളൂ. രണ്ട് പോപ്പുലേഷൻ്റെ സ്വഭാവങ്ങളൊക്കെ ഒരേപോലെയാണോ അല്ലെങ്കിൽ സെയിം പോപ്പുലേഷൻ ആണോ അത്രയും മീൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഇത്ര എഴുതിയിട്ടുണ്ടാവും. ഇനി അടുത്തത് ഇവിടെ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആയിട്ട് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ വേരിയസ് സിറ്റുവേഷൻസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ടു റിലേറ്റഡ് സാമ്പിൾസ്. അതായത് ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നുള്ളത്, സച്ച് ആസ് കമ്പയറിംഗ് ഔട്ട്പുട്ട് ഓഫ് ടു സിമിലർ മെഷീൻസ് ഓർ ദ റിസൾട്ട് ഓഫ് ബിഫോർ ആൻഡ് ആഫ്റ്റർ, അല്ലെങ്കിൽ വിത്ത് ആൻഡ് വിത്തൗട്ട്. എപ്പോഴാണ് മനസ്സിലാക്കുക, ഞാൻ പറഞ്ഞു ഡിപ്പെൻഡൻറ്റ് സാമ്പിൾ ടി ടെസ്റ്റിൻ്റെ വേറൊരു വേർഷനാണുള്ളത്. അപ്പോൾ അവിടെ എങ്ങനെയായിരുന്നു ബിഫോർ ആഫ്റ്റർ വിത്ത് വിത്തൗട്ട് അങ്ങനെയല്ലേ. അതേപോലത്തെ സിമിലർ കോണ്ടക്സ്റ്റിനെയാണ് ഇവിടെയും പറയുന്നത് കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഇത് വരിക. അപ്പോൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ ബിഫോർ ആഫ്റ്റർ വിത്ത് വിത്തൗട്ട് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ എന്താണ് ഡിപ്പെൻഡൻറ്റ് സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതും കൂടെ എഴുതാം. ഇനി ഇതിൻ്റെ പ്രൊസീജിയർ കേട്ടോ. അപ്പോൾ രണ്ട് പ്രൊസീജിയർ ഉണ്ട്. ഒന്നുമില്ല, അതായത് നമ്മുടെ സാമ്പിൾ സൈസ് 25 അതിൽ കുറവാണെങ്കിൽ നമ്മൾ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യും, അതിൽ കൂടുതലാണെങ്കിൽ വേറെ ഇക്വേഷൻ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ പ്രൊസീജിയർ പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ n<=25 എന്ന് എഴുതാം. ഓക്കെ, ഫസ്റ്റ് എന്താണ് ഐഡൻറ്റിഫൈ ദ ക്ലെയിം. അത് കുഴപ്പമില്ല, അത് നിങ്ങൾ എഴുതണ്ട കേട്ടോ. നമുക്ക് H0 വെച്ച് വേണം. സ്റ്റേറ്റ് നൾ ആൻഡ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. H0 എന്താ പറയുന്നത്, ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ സ്കോർസ്. നമ്മൾ പറഞ്ഞു ബിഫോറും ആഫ്റ്ററും, അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ബിഫോറും ആഫ്റ്ററും ആണല്ലോ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ത് പറഞ്ഞു, ആ ബിഫോറും ആഫ്റ്ററും യാതൊരു വ്യത്യാസവും. ഓക്കെ, അതിൻ്റെ ഇനി നമ്മൾക്ക് വേറെ H0 രണ്ട് H0 വെച്ചുകൊണ്ടുണ്ട് കേട്ടോ. ദർ ഈസ് നോ ഡിഫറൻസ്, അല്ലെങ്കിൽ എന്ത് പറയാം, H0 μ1 = μ2. μ1 = μ2 എന്ന് പറഞ്ഞാൽ എന്താ, ഇത് ബിഫോർ ഉള്ള സ്കോർ, ഇത് ആഫ്റ്റർ ഉള്ള സ്കോർ. ബിഫോറും ആഫ്റ്ററും എന്താണ് സെയിം ആണ്, ആ മീനിങ്ങേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി അതിൻ്റെ H1, അതായത് ഫസ്റ്റത്തേൻ്റെ H1 എന്താ വരിക, ദർ ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ സ്കോർസ്. മുൻപും ശേഷവും മാറ്റമുണ്ട്, അല്ലെങ്കിൽ എന്ത് പറയാം, ദർ ഈസ് ഡിഫറൻസ്, അല്ലെങ്കിൽ എന്ത് പറയാം, H1 μ1 > μ2 എന്ന് പറയാം, അല്ലെങ്കിൽ H1 എന്ന് പറയാം μ1 < μ2. അതായത് നമ്മൾ സാധാരണ ഇങ്ങനെയാണ് H1 പറയുക, μ1 ≠ μ2 എന്നാണ് പറയുക അല്ലേ. H1 ≠ അതിന് പകരം അങ്ങനെ എഴുതിയിട്ടുള്ളത് അല്ലേ. ≠ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നില്ലെങ്കിൽ കൂടും അല്ലെങ്കിൽ കുറയും. ഓക്കെ, അപ്പോൾ ഇത്ര എഴുതാം കേട്ടോ. ഇപ്പം നിങ്ങൾ എഴുതുമ്പോഴേ ശ്രദ്ധിക്കാം, ഈ H0 എഴുതാം, എന്നിട്ട് അതിൻ്റെ കൂടെ ഈ H1 എഴുതാം, കമ്പൈൻ ചെയ്ത് എഴുതാം. ഈ H0 എഴുതാം, ഈ H1 എഴുതാം, പിന്നെ അടുത്ത H0 എഴുതാം, H1 എഴുതാം. മനസ്സിലായില്ലേ, ഒരുമിച്ച് എഴുതാം H0 H1 ഒരു സെറ്റ് ആക്കിയിട്ട് കേട്ടോ. അതപ്പോൾ ഞാൻ അങ്ങോട്ടും കൂടെ ആക്കിയിട്ട് എഴുതിയിട്ടുള്ളത്. ഓക്കെ, എഴുതിയിട്ടുണ്ടാവും. ഇനി രണ്ടാമത്തത് എന്താണ്, സ്പെസിഫൈ ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ. സ്പെസിഫൈ ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ. അപ്പോൾ നമ്മൾ ആൽഫ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് തേർഡ് സ്റ്റെപ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ അങ്ങോട്ട് എഴുതി വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് ഓരോ സ്റ്റെപ്പും പറയും, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ആക്കും. ഇത് കംപ്ലീറ്റ് ഇത്രയും വരെ വീഡിയോ പോസ് ചെയ്തിട്ട് എഴുതാം. ഇവിടെ T നാട്ടോ എഴുതേണ്ടത്, T. ഓക്കെ, അത്ര എഴുതിയിട്ടുണ്ടാവും. ഇനി ഡിറ്റർമിൻ ദ സാമ്പിൾ സൈസ് n വിച്ച് ഈസ് ദ നമ്പർ ഓഫ് പെയേഴ്സ് ഓഫ് ഡാറ്റ ഫോർ വിച്ച് ദ ഡിഫറൻസ് ഈസ് നോട്ട് 0. അതായത് അത് ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ പറയാം കേട്ടോ. അപ്പോൾ കാൽക്കുലേറ്റ് അത് എഴുതാം, നാലാമത്തത്
എഴുതിയിട്ടുണ്ടാവും. ഇനി 5th വൺ, കാൽക്കുലേറ്റ് ടേബിൾ വാല്യൂ ഫ്രം വിൽകോക്സൺ സൈൻഡ് റാങ്ക് ടേബിൾ. നമ്മൾ ഇത്രയും കാലം പഠിച്ച ടേബിൾ അല്ല, അത് ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ തരാം കേട്ടോ. അതായത് എപ്പോഴാണ് n<=25 ആകുമ്പോൾ നമ്മൾ ഏത് ടേബിളിൽ നിന്നാണ് വാല്യൂ കണ്ടുപിടിക്കേണ്ടത്? ഇതാ കണ്ടോ, വിൽകോക്സൺ സൈൻഡ് റാങ്ക് ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിൾ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ തരാം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ആ മറ്റൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൻ്റെ കൂടെ കൊണ്ടുപോയാൽ മതി, ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ടേബിൾ ഞാൻ അയച്ചു തരാം കേട്ടോ പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഡിസിഷൻ മേക്കിംഗ് ആണ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ ഇത്രയും കാലം നമ്മൾ അങ്ങോട്ട് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെച്ചതായിരുന്നു അല്ലേ. കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ദാൻ ആണെങ്കിൽ അക്സെപ്റ്റ്, ഗ്രേറ്റർ ആണെങ്കിൽ റിജക്റ്റ്. പക്ഷേ ഇവിടെ എന്തുണ്ട്, വിൽകോക്സൺ സൈൻഡ് റാങ്ക് ടെസ്റ്റിൻ്റെ n<=25 ആകുമ്പോഴുള്ള കേസിൽ മാറ്റമുണ്ട്. എന്താ മാറ്റം? കാൽക്കുലേറ്റഡ് വാല്യൂ <= ടേബിൾ വാല്യൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റിജക്റ്റ് ചെയ്യണം. അതല്ലെങ്കിൽ <= കുറവോ അതോ ഈക്വലോ ആണെങ്കിൽ, അതായത് ഇപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ 2 ആണ്, ടേബിൾ വാല്യൂ 2 ആണ്, അപ്പോൾ എന്താ, ഈക്വലായി, രണ്ടും ഈക്വൽ ആണ്. അല്ലെങ്കിൽ കാൽക്കുലേറ്റഡ് വാല്യൂ കുറവാണ്, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? റിജക്റ്റ് ചെയ്യണം. അപ്പോൾ കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. ബാക്കിയുള്ളൊക്കെ അതേപോലെ നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഇവിടെ മാത്രം വ്യത്യാസമുണ്ട്. അടുത്തെന്താണ്? കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ ആകുമ്പോൾ എന്താണ്? അക്സെപ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഇത്രയും എഴുതാം. എഴുതിയിട്ടുണ്ടാവും. ഇനി ഇപ്പോൾ നമ്മൾ n<=25 ആകുമ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്ത് പ്രൊസീജിയർ എഴുതിയിട്ടുള്ളത് അല്ലേ. ഇനി നിങ്ങൾ പ്രൊസീജിയർ n>=25 ആകുമ്പോഴത്തെ എഴുതാം. n>=25 ആകുമ്പോഴത്തെ എഴുതാം. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റും സെക്കൻഡും ഞാനിവിടെ എഴുതിയിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ അറിയോ, നമ്മൾ തൊട്ട് മുന്നേ നിങ്ങൾ എഴുതിയില്ലേടാ, ഇപ്പോൾ ഇത് എഴുതിയില്ലേ, ഇതിൻ്റെ പ്രൊസീജിയറിൻ്റെ ഫസ്റ്റും സെക്കൻഡും സെയിം ആണ്, ഒരു മാറ്റമല്ല. ഇവിടെ WS ആവില്ലേ നിങ്ങൾ എഴുതിയിട്ടുണ്ട്, അവിടെ T നാക്കണം കേട്ടോ, T നാക്കണേ. കാൽക്കുലേറ്റ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് T നാക്കണം കേട്ടോ. n<=25ൻ്റെ തേർഡ് വണ്ണിൽ കാൽക്കുലേറ്റ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് T നാക്കണം. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്, n>=25 ആകുമ്പോൾ ഫസ്റ്റും സെക്കൻഡും സെയിം ആസ് എന്താണ്, സെയിം ആസ് n<=25. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി, സെയിം ആസ് n<=25 എന്ന് എഴുതാം. പക്ഷേ എക്സാമിന് അങ്ങനെ എഴുതി വയ്ക്കരുത് കേട്ടോ, മറ്റേൻ്റെ രണ്ടും അതേപോലെ എടുത്ത് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയും എഴുതിയിട്ടുണ്ടാവും. വീഡിയോ പോസ് ചെയ്യുക, ഇത്രയും എഴുതാം. ഓക്കെ, എഴുതിയിട്ടുണ്ടാവും. ഇനി അടുത്തത് T. ഇതിങ്ങനെ ഒരു സ്ലാഷ് ഇട്ടുണ്ട്, ഇത് ഇതാട്ടോ മോഡാണേ. മിനിമം ഓഫ് മോഡ് ഓഫ് സം ഓഫ് പോസിറ്റീവ് സ്കോർസ് കോമ മോഡ് ഓഫ് സം ഓഫ് നെഗറ്റീവ് സ്കോർസ്. അടുത്തത് ഡിറ്റർമിൻ ദ സാമ്പിൾ സൈസ് n വിച്ച് ഈസ് ദ നമ്പർ ഓഫ് പെയേഴ്സ് ഓഫ് ഡാറ്റ ഫോർ വിച്ച് ദ ഡിഫറൻസ് ഈസ് നോട്ട് 0. അതൊക്കെ ഞാൻ എന്താന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അതും കൂടി എഴുതാം. ഇനി അടുത്തത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് T മൈനസ് T ആട്ടോ, T മൈനസ് n*n+1/4 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n*n+1 × 2n+1/24. അല്ലെങ്കിൽ എന്ത് പറയാം, T മൈനസ് മ്യൂ ബൈ സിഗ്മ എന്ന് പറയാം. T മൈനസ് മ്യൂ ബൈ സിഗ്മ എന്താണെന്ന് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഒന്നുമില്ലടാ, ഈ T തന്നെ നമ്മൾ n(n+1/4) എന്ത് കൊടുത്തു, n(n+1/4) എന്ന് പറഞ്ഞാൽ മ്യൂ ആണെന്ന് കൊടുത്തു. n(n+1/4) എന്താണ്, മ്യൂ ആണെന്ന് കൊടുത്തു. അതേപോലെ റൂട്ട് ഓഫ് ഇത്രയും ടേം എന്താണെന്ന് കൊടുത്തു, സിഗ്മയാണെന്ന് കൊടുത്തു. അത്രയേ ഉള്ളൂ. അതായത് ഇത് വലിയ എഴുതുന്നതിന് പകരം ഇത് മൊത്തം മ്യൂ ആണെന്ന് കൊടുത്തു, ഈ താഴെ മൊത്തം എന്താണ്, സിഗ്മയാണെന്ന് കൊടുത്തു. അത്രയേ ഉള്ളൂ കേട്ടോ മാറ്റം. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ഇക്വേഷൻ എഴുതുമ്പോഴേ T മൈനസ് മ്യൂ ബൈ സിഗ്മ എന്ന് എഴുതും. എന്നിട്ട് താഴെ എഴുതും മ്യൂ = n(n+1/4) എന്ന് എഴുതും. സിഗ്മ = റൂട്ട് ഓഫ് n(n+1 × 2n+1/24) എന്ന് എഴുതും. ഓക്കെ, അങ്ങനെ ആയിട്ട് എഴുതാറ്, രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ അതും കൂടി എഴുതാം. ഓക്കെ, ഇനി ഫൈൻഡ് ടേബിൾ വാല്യൂ ഫ്രം സെറ്റ് ടേബിൾ. നമ്മൾ ടേബിൾ വാല്യൂ കാണാൻ പഠിച്ചിട്ടില്ലേ. പിന്നെ T ടേബിൾ എടുത്തിട്ട് അതായത് ഏറ്റവും ആൽഫ 0.05 എടുക്കുക, ഏറ്റവും നേരെ താഴെയുള്ള വാല്യൂ നമ്മൾ പഠിച്ചിട്ടില്ലേ, അതന്നെ ഉള്ളൂ കേട്ടോ. അതാണ് സെറ്റ് ടേബിൾ എന്ന് പറയുന്നത്. T ടേബിൾ രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതെന്താണ്, വാല്യൂ കാണാം. ഡിസിഷൻ മേക്കിംഗ് നിങ്ങൾ പഠിച്ചു തന്നെ എഴുതിയാൽ മതി കേട്ടോ. ഇവിടെ ഉള്ളത് മീനിങ് അത് തന്നെയാണ്, പക്ഷേ വേറെ രീതിയിലാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്, കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ അക്സെപ്റ്റ് H0, കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ എന്ത് പറയും, റിജക്റ്റ് H0. ഓക്കെ, കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ അക്സെപ്റ്റ് H0, കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ റിജക്റ്റ് H0. അപ്പോൾ നിങ്ങൾ ഇത് തന്നിട്ടുള്ള ഇത് രണ്ടും എഴുതണ്ട കേട്ടോ, നമ്മൾ സാധാ പഠിച്ചിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് എഴുതുക. ഓക്കെ, എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്താണ്, ഡിസിഷൻ മേക്കിംഗ് n greater than 25 ആകുമ്പോൾ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്, ഒരു മാറ്റമല്ല. ഓക്കെ,
ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം കേട്ടോ. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. പ്രോബ്ലം ഇതാണ്. The number of vehicles produced per week in 7 plants of an auto company before and after introducing modern computer package for line balancing is summarized below. അതായത് ഈ ഒരു മോഡേൺ കമ്പ്യൂട്ടർ പാക്കേജ് ഫോർ ലൈൻ ബാലൻസിങ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപും ശേഷവും, അതായത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓട്ടോസിൻ്റെ, അതായത് വെഹിക്കിൾസ് കമ്പനിയിലെ ഓട്ടോസിൻ്റെ കണക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബിഫോറും ആഫ്റ്ററും കൊടുത്തിട്ടുണ്ട്. ചെക്ക് വെദർ ബിഫോർ ആഫ്റ്റർ. അപ്പോൾ നമുക്ക് കിട്ടി ബിഫോർ ആഫ്റ്റർ നമ്മളെന്താ യൂസ് ചെയ്യേണ്ടത്? വിൽകോക്സൺ സൈൻഡ് റാങ്ക് ടെസ്റ്റ്. ചെക്ക് വെദർ ദ നമ്പർ ഓഫ് വെഹിക്കിൾസ് പ്രൊഡ്യൂസ്ഡ് പെർ വീക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇൻട്രൊഡ്യൂസിംഗ് ദ കമ്പ്യൂട്ടർ പാക്കേജ് ആർ ഡിഫറെൻറ്റ് യൂസിങ് സൈൻഡ് റാങ്ക് ടെസ്റ്റ് അറ്റ് ആൽഫ ഈക്വൽ 0.05. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്യാം, ക്വസ്റ്റ്യൻ എഴുതാം. വീഡിയോ പോസ് ചെയ്യാം, ക്വസ്റ്റ്യൻ എഴുതാം. ഓക്കെ, നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും, ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ട അറിയോ? ഇതേപോലൊരു ടേബിൾ വരയ്ക്കാം. ഇത്രയേ ഉള്ളൂ. ബിഫോർ ആഫ്റ്റർ, ബിഫോർ ആഫ്റ്റർ, ഡിഫറൻസ് ഡി കൊടുക്കുക. അടുത്തത് മോഡ് ഡി, അടുത്തത് റാങ്ക് ഓഫ് മോഡ് ഡി, അടുത്തത് സൈന്, അടുത്ത സൈൻ റാങ്ക്. എന്താണെന്ന് ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം. ബിഫോർ വേണ്ടി നമുക്ക് ഡാറ്റ അതേപോലെ എഴുതി, ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ടും ഡാറ്റ അതേപോലെ എഴുതി. ഓക്കെ, ഇനി ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഡിഫറൻസ് പറഞ്ഞാൽ ഒന്നുമില്ലടാം. 600 മൈനസ് 625 മൈനസ് 25, 550 മൈനസ് 600 മൈനസ് 50, 620 മൈനസ് 575 45, 700 മൈനസ് 720 മൈനസ് 20, 575 മൈനസ് 600 മൈനസ് 25, 630 മൈനസ് 650 മൈനസ് 20, 575 മൈനസ് 500 എത്ര കിട്ടുക? 75. അത് സംശയമില്ലല്ലോ. ഇനി മോഡ് ഡി അടുത്തത്. എന്താ മോഡ് ഡി എന്ന് പറഞ്ഞാൽ? മോഡ് ഡി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്ത് ചെയ്യാം? ഇതിൻ്റെ മോഡ് എടുക്കുക. ഓക്കെ, ഇതിൻ്റെ എന്ത് ചെയ്യുക? മോഡ് എടുക്കുക. ഇതിൻ്റെ മോഡ് എടുക്കുക. മോഡ് എന്ന് പറഞ്ഞാൽ സംശയം ഉണ്ടോ? ഇല്ല അല്ലേ? മൈനസ് ഒഴിവാക്കി എഴുതാം, അത്രയേ ഉള്ളൂ. 25-ൻ്റെ 25, 50-ൻ്റെ ഇവിടെ ഒന്നും സൈനൊന്നും ഇല്ല കേട്ടോ. മൈനസ് 50-ൻ്റെ 50, 45-ൻ്റെ 45, മൈനസ് 20-ൻ്റെ 20, മൈനസ് 25-ൻ്റെ 25, മൈനസ് 20-ൻ്റെ 20, 75-ൻ്റെ 75. ഓക്കെ, അടുത്തത് റാങ്ക് ഓഫ് മോഡ് ഡി എന്നാണ് പറയുന്നത്. എന്താണ് റാങ്ക് ഓഫ് മോഡ് ഡി? റാങ്ക് ഓഫ് മോഡ് ഡി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് എന്ത് ചെയ്യണം? ഈ മോഡ് ഡീൻ്റെ, അതായത് മോഡ് ഡി കണ്ടുപിടിച്ചല്ലോ എല്ലാത്തിൻ്റെയും സൈനും, അതിൻ്റെ റാങ്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളിതിന് എന്ത് ചെയ്യുക? അസെൻഡിങ് ഓർഡറിൽ എഴുതുക. ചെറുതിന്ന് വലുതിക്ക് പോണ രീതിയിൽ എഴുതാം. അപ്പോൾ അവിടെ ഏതൊക്കെ ഉണ്ട്? ഏതൊക്കെ ഡാറ്റ ഉണ്ട്? 20 ഉണ്ടല്ലേ? 20 2 പ്രാവശ്യമുണ്ട്. പിന്നെയോ 25 2 പ്രാവശ്യമുണ്ട്. പിന്നെയോ 45 ഒരു പ്രാവശ്യം. പിന്നെ 50, 75. ഓക്കെ, അവിടെ ശ്രദ്ധിക്കട്ടോ. നമ്മൾ റാങ്ക് കൊടുക്കണം. ഏറ്റവും ചെറുതിന് എന്ത് കൊടുക്കുക? 1 കൊടുത്തു, ഫസ്റ്റ് കൊടുത്തു. ഇവിടെ നോക്ക്, ഇതിന് 1 കൊടുത്തു, 1 കൊടുത്തു. രണ്ടാമത്തേന് നമ്മൾ ശരിക്കും എന്താ കൊടുക്കേണ്ടത്? 2 ആണ് റാങ്ക് കൊടുക്കേണ്ടത് അല്ലേ? 2 ആണ് റാങ്ക് കൊടുക്കേണ്ടത്. പക്ഷെ ഇവിടെ കൊടുക്കാൻ പറ്റുമോ? അതായത് 2 ആൾക്കും ഒരേ മാർക്ക്, അതിൽ ഒരാൾക്ക് ഫസ്റ്റ് റാങ്കും ഒരാൾക്ക് സെക്കൻഡ് റാങ്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഈ മാർക്ക് നോക്കുമ്പോൾ ഇത് ചെറിയ മാർക്കല്ലേ, എന്താ ഫസ്റ്റ് റാങ്ക്, അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. നമ്മൾ അസെൻഡിങ് ഓർഡറിലാണ് റാങ്ക് കൊടുക്കേണ്ടത്. ആ ഒരു കൺസെപ്റ്റ് മനസ്സിൽ വിചാരിക്കുക. ചെറുതെന്ന് വലുതിക്കാണ് റാങ്ക് ഇങ്ങനെ കൂടി കൂടി പോണത്. ഓക്കെ, 2 ആൾക്കും ഒരേ റാങ്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? കാരണം 2 ആൾക്കും എന്താണ്? ഒരേ സ്കോറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ശരിക്കും വരേണ്ട റാങ്ക് എന്താണ്? 1 ആണ്. ഇവിടെ ശരിക്കും വരേണ്ട റാങ്ക് എന്താണ്? 2 ആണല്ലേ? അപ്പോൾ നമ്മൾ 1 + 2 ഹരിക്കണം 1 + 2 ഹരിക്കണം 2 എത്ര കിട്ടുക? 3 ഹരിക്കണം 2 എന്ത് കിട്ടും? 1.5 കിട്ടും. അപ്പോൾ ഈ 2 ആൾക്കും കൊടുക്കേണ്ട റാങ്ക് 1.5 1.5 ആണ്. 1.5 1.5 കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കട്ടോ. ഇവിടെ ശരിക്കും വരേണ്ട റാങ്ക് എന്താണ്? നമ്മൾ ഇനി ഇതിങ്ങനെ കൂട്ടിപ്പോരുത്. ഇവിടെ ശരിക്കും വരേണ്ട റാങ്ക് എന്താ? 25-ന് 3 ആണ്. 25-നോ 4 ആണ് വരേണ്ടത് അല്ലേ? അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഇവരെ രണ്ടാളെയും റാങ്ക് കാണാൻ വേണ്ടിയിട്ട് 3 + 4 ഹരിക്കണം 2. 3 + 4 ഹരിക്കണം 2 എത്ര വരിക? 3.5 3.5. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി ഇവിടെ ശരിക്കും 45-ന് കൊടുക്കുന്ന റാങ്ക് എത്ര? 5 ആണ്. പിന്നെ ഇവിടെ അതായത് എന്തില്ല, വേറെ ഒരേപോലത്തെ ആൾക്കാരുന്നില്ല. അപ്പോൾ അയാൾക്ക് 5 കൊടുത്തു. അടുത്തത് 50-ന് 6 കൊടുത്തു, 75-ന് 7 കൊടുത്തു. ഓക്കെ, ഇവിടെ 2 ആളുള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് കേട്ടോ. ഒറ്റതാണെങ്കിൽ നമുക്ക് ഒരേപോലെ ഇങ്ങോട്ട് 1 2 3 4 5 6 7 അങ്ങനെ എഴുതി പോയാൽ മതി. ഇവിടെ ഒരേപോലെ വന്നതുകൊണ്ട് എന്ത് ചെയ്തു? അതിന് ശരിക്കും വരേണ്ട റാങ്ക് കൂട്ടുക, 2 കൊണ്ട് ഹരിക്കാം. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ ഒന്നും കൂടെ കാണാം കേട്ടോ നിങ്ങൾ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 20-ന് റാങ്ക് എത്രയാണ്? 20-ന് റാങ്ക് എത്രയാണ്? 1.5 ആണ്.
പിന്നെ 20ന് റാങ്ക് 1.5, 3ന് റാങ്ക് 3.5, 25ന് റാങ്ക് 3.5, 45ൻ്റെ റാങ്ക് 5 ആണ്, 50ൻ്റെ റാങ്ക് 6 ആണ്, 75ൻ്റെ റാങ്ക് 7 ആണ്. ഓക്കെ, റാങ്ക് മനസ്സിലായോ നിങ്ങൾക്ക്? കാണുന്നത് ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി നമ്മളിവിടെ കൊടുക്കുക കേട്ടോ, റാങ്ക് കൊടുക്കുകയാണ്. റാങ്ക് ഓഫ് മോഡഡ് 25ന് 3.5 ആണ്, 50ന് 6 ആണ്, 45ന് 5 ആണ്, 20ന് 1.5 ആണ്, 25ന് 3.5 ആണ്, 20ന് 1.5 ആണ്, 75ന് 7 ആണ്. ഓക്കെ, അപ്പോൾ റാങ്ക് നമ്മൾ കൊടുത്തു. ഇനി നമ്മളിവിടെ കൊടുക്കേണ്ടത് സൈൻ ആണ്. മനസ്സിലായോ? സൈൻ എന്ന് പറഞ്ഞ എന്താ? നമ്മളിവിടെ ശ്രദ്ധിക്കട്ടോ, ഡിഫറൻസിൽ കണ്ട സൈൻ ഇവിടെ ഏതാ? മൈനസ് ആണ്. അപ്പോൾ ഞാനിവിടെ മൈനസ് ഇട്ടു. പിന്നെ ഇവിടെ എന്താണ്? മൈനസ്, ഇവിടെ മൈനസ് ആണ്, അപ്പോൾ ഇവിടെ മൈനസ് ഇട്ടു. ഇവിടെ പ്ലസ് ആണ്, 45 പറഞ്ഞ പ്ലസ് ആണ്, അപ്പോൾ ജസ്റ്റ് പ്ലസ് ഇട്ട് കൊടുത്തു. മൈനസ് മൈനസ്, ഇവിടെ -25, ഇവിടെ മൈനസ് ഇട്ട് കൊടുത്തു. ഇവിടെ -20 മൈനസ് ഇട്ട് കൊടുത്തു. 75 പോസിറ്റീവ് നമ്പറാണ്, അപ്പോൾ പ്ലസ് ഇട്ട് കൊടുത്തു. ഇനി സൈൻഡ് റാങ്ക് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഇവിടെ റാങ്ക് ഇങ്ങനെ കിട്ടിയിട്ടില്ല, അതിൻ്റെ ഇപ്പുറത്ത് സൈനും ഉണ്ട് അല്ലേ, അതിന് ഒരുമിച്ച് എഴുതാം. ഇവിടെ 3.5 ആണ്, സൈൻ എന്താണ്? മൈനസ് ആണ്, അപ്പോൾ -3.5. ഇവിടെ 6 ആണ്, ഇവിടെ മൈനസ് ആണ് സൈൻ, അപ്പോൾ എന്ത് ചെയ്തു? -6. സൈൻഡ് റാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കിട്ടിയ റാങ്കിന് സൈൻ കൊടുക്കുക, കിട്ടിയ റാങ്കിന് സൈൻ കൊടുക്കുക. ഓക്കെ, ഇവിടെ 5 ആണ്, പ്ലസ് ആണ്, അപ്പോൾ പ്ലസ് നമ്മൾ പ്രത്യേകം ഇടണ്ടല്ലോ, ഒരു നമ്പറിന് മുന്നിൽ പ്ലസ് പ്രത്യേകം ഇട്ട് കൊടുക്കണ്ട, പ്ലസ് ആണ് നമുക്കറിയാം. ഓക്കെ, ഇവിടെ 1.5 ആണ്, -1.5. ഇവിടെ എന്താണ്? -3.5. ഇവിടെയോ -1.5. ഇവിടെയോ 7 കിട്ടും. ഓക്കെ, അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഈ ഒരു ബോക്സ് നിങ്ങൾ വരയ്ക്കുക, ടേബിൾ വരയ്ക്കുക. ഓക്കെ, നിങ്ങൾ വരച്ചിട്ടുണ്ടായിരിക്കും. ഇനി ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ, എച്ച് നോട്ട് നമ്മൾ എഴുതാണ്. ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ. മുന്നേ ശേഷവും മാറ്റില്ല. അതിൻ്റെ H1 എന്താ വരിക? ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഓക്കെ, അത് ക്ലിയർ ആയി. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 0.05 ആണ് തന്നിട്ടുണ്ട്. തേർഡ് ഇതാണ് സം ഓഫ് പോസിറ്റീവ് റാങ്ക്സ്. സം ഓഫ് പോസിറ്റീവ് റാങ്ക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ, ഇതിൽ പോസിറ്റീവ് റാങ്കുകൾ ഏതൊക്കെയാണ്? പോസിറ്റീവ് ഉള്ളത് 5ഉം 7ഉം ആണ് അല്ലേ. 5ഉം 7ഉം കൂടെ കൂട്ടിയേ കിട്ടുന്ന ഉത്തരമാണ് 12 ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് സം ഓഫ് നെഗറ്റീവ് റാങ്ക്സ്. നെഗറ്റീവ് റാങ്ക്സിൻ്റെ സം, നെഗറ്റീവ് റാങ്ക്സിൻ്റെ സം. നെഗറ്റീവ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? നെഗറ്റീവ് നമ്പേഴ്സ് -3.5 കൂട്ടണം, -6 കൂട്ടണം, -1.5 കൂട്ടണം, -3.5 കൂട്ടണം, -1.5. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം -16 ആണ്. -16. ഓക്കെ, അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഈ തേർഡ് പ്രൊസീജിയർ വരെ എഴുതിയിട്ടുണ്ടാവും. ഇനി നമ്മൾ ടി എന്ന് പറഞ്ഞാലും ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. ടി എന്ന് പറഞ്ഞാൽ മിനിമം ഓഫ് മോഡ് ഓഫ് സം ഓഫ് പോസിറ്റീവ് റാങ്ക്സ് മോഡ് ഓഫ് സം ഓഫ് നെഗറ്റീവ് റാങ്ക്സ്. മിനിമം ഓഫ് സം ഓഫ് പോസിറ്റീവ് റാങ്ക്സ്. പോസിറ്റീവ് റാങ്ക്സ് എന്താണ്? 12 ആണ് അല്ലേ. സം ഓഫ് പോസിറ്റീവ് റാങ്ക്സ് 12, അടുത്തെന്താണ്? മോഡ് ഓഫ് നെഗറ്റീവ് റാങ്ക്സ്. മോഡ് കൊടുത്തു. നെഗറ്റീവ് റാങ്ക്സിൻ്റെ സം എന്താ? -16. മോഡിൻ്റെ ഉള്ളിൽ വന്നാൽ അതെന്താവും? നെഗറ്റീവ് പോസിറ്റീവ് ആവും അല്ലേ. 12 പോലെ എഴുതി. -16, മോഡിൻ്റെ ഉള്ളിൽ മൈനസ് വന്നാൽ മൈനസ് ഒഴിവാവും, 16 ആയി. ഇനി എന്താ? മിനിമം ഓഫ് 12, 16. 12ലും 16ലും ഏറ്റവും ചെറിയ നമ്പർ ഏതാ? 12. അതാണ് ചോദിക്കുന്നത്. മിനിമം ഓഫ് 12, 16 ഏതാ? മിനിമം 12. അപ്പോൾ വീഡിയോ പോസ് ചെയ്ത് ഇത്ര എഴുതാം. ഓക്കെ, എഴുതിയിട്ടുണ്ടാവും നിങ്ങൾ. ഇനി അടുത്തത് n=7. n=7 എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇക്വേഷൻ പഠിച്ചപ്പോൾ പ്രത്യേകം നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. എന്താ ഇക്വേഷൻ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട്. ഒരു മിനിറ്റ് എടുക്കട്ടെ. എന്താണ് n? ഡിറ്റർമിൻ ദ സാമ്പിൾ സൈസ് n വിച്ച് ഈസ് ദ നമ്പർ ഓഫ് പെയേഴ്സ് ഓഫ് ഡാറ്റ ഫോർ വിച്ച് ദ ഡിഫറൻസ് ഈസ് നോട്ട് 0. അതായത് 0 ഡിഫറൻസ് ഇല്ലാത്ത എത്ര ഡാറ്റ ഉണ്ടെന്നാണ് ചോദിക്കും. നോക്ക്, ഇതിൻ്റെ വ്യത്യാസം നോക്കാം. ഇവിടെ ഏതെങ്കിലും ഡിഫറൻസ് 0 വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എല്ലാം ഉണ്ട്. 1, 2, 3, 4, 5, 6, 7 സെറ്റ് ഓഫ് ഡാറ്റ തന്നിട്ടുണ്ടല്ലേ, 7. ഓക്കെ, ഇനിയിപ്പോൾ ഏതെങ്കിലും ഒന്ന് 0 എന്ന് വിചാരിക്കുക. ഇത് രണ്ടും 720 ആയിരുന്നു. അപ്പോൾ 720 - 720 0 കിട്ടും. അപ്പോൾ എത്ര ഡാറ്റ എത്ര കൊടുക്കുക? 1, 2, 3, 4, 5, 6. മനസ്സിലായോ? 0 ഉണ്ടെങ്കിൽ നമ്മളത് എണ്ണണ്ട, നേരത്തെ ചെയ്ത പോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഇവിടെ n 7 കിട്ടി. ഇനി അടുത്ത് എന്താ പറയുന്നത്? ടേബിൾ വാല്യൂ ഫ്രം വിൽകോക്സൺ സൈൻഡ് റാങ്ക് ടേബിൾ എത്രയാണ്? 2 ആണ്. അപ്പോൾ നോക്കുക, ഇവിടെ നോക്കട്ടോ. ഇതാണ് വിൽകോക്സൺ റാങ്ക് ടേബിളിൻ്റെ ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, ഇവിടെ 2 tail ടെസ്റ്റ് 1 tail ടെസ്റ്റ്. അപ്പോൾ 1 tail ടെസ്റ്റ് നോക്കണ്ട, 2 tail നോക്കുക. ആൽഫ 0.05 ആണ്, n എന്താണ്? 7 ആണ്. അപ്പോൾ n 7, ആൽഫ 0.05 എത്രയാണ് കിട്ടുന്നത്? 2 ആണ് കിട്ടുന്നത്. അപ്പോൾ ടേബിൾ വാല്യൂ 2 എന്ന് എഴുതി. ഇനി ഡിസിഷൻ മേക്കിംഗ് ഞാൻ കാൽക്കുലേറ്റഡ് വാല്യൂ എഴുതി. കാൽക്കുലേറ്റഡ് വാല്യൂ 12 ആണ്, ടേബിൾ വാല്യൂ 7 ആണ്. കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ. സ്വാഭാവികമായിട്ട് നമ്മളെ മനസ്സിൽ എന്താ വരിക? റിജക്റ്റ് എച്ച് നോട്ട്. പക്ഷെ അല്ല, നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണ്?
വിൽകോക്സൺ സൈൻഡ് റാങ്ക് ടെസ്റ്റ് ആണ്. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ അക്സെപ്റ്റ് എച്ച് നോട്ട് ആണ്. എച്ച് നോട്ട് അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ എച്ച് നോട്ട് അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ. അതായത് ആ ഒരു ന്യൂ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ഇതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച കേസ് ഏതാണ്? n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25 ആണ് അല്ലേ? n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25. n ലെസ് ദാൻ ഓർ ഈക്വൽ 25. ഇതെങ്ങനെയാണ് മനസ്സിലായത്? എത്ര സെറ്റ് ഓഫ് ഡാറ്റ ഉണ്ട്? 7 എണ്ണം. 7 എന്ന് പറഞ്ഞാൽ 25-നേക്കാളും കുറവല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഇത്രയും കൂടി എഴുതാം കേട്ടോ.